നമസ്കാരം. നുറുങ്ങിച്ചെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വെണ്ടയ്ക്ക കൊണ്ട് തീയലുണ്ടാക്കി നോക്കാം. വെണ്ടയ്ക്ക, സവാള, പച്ചമുളക്, വേപ്പില, പിന്നെ അരമുറി തേങ്ങ വറുക്കാനായിട്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി. ആദ്യം തേങ്ങ വറുത്തെടുക്കാം. നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിലേക്ക് ഒരു രണ്ട് വേപ്പില, 2 കഷ്ണം ചെറിയ ഉള്ളി ചേർത്ത് നമുക്ക് അത് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്താൽ കറിക്ക് സ്വാദം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് മാറ്റാം. അതിലേക്ക് കുറച്ച് വാളംപുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. തേങ്ങ അരച്ച് എടുത്തു. വെണ്ടയ്ക്ക ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. വേഗം വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സവാള ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക, സവാള, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാടിയാൽ അതിൻ്റെ ഞോളപ്പൊക്കെ പോവുള്ളൂ. നന്നായിട്ട് വാടി തന്നെ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് വാടി വരുന്നുണ്ട്. പച്ചച്ചൊവയൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വാട്ടിയിടുന്നത്. ഇനി എടുത്ത് വെച്ചേക്കുന്ന പൊടികൾ നമുക്കിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്കയുടെ ഞോളപ്പൊക്കെ പോയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ശകലം ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ. നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ചാറ് വറ്റിച്ചെടുക്കാം.
ചാറൊന്ന് കുറുകി വരട്ടെ. ഞാനിവിടെ വറുക്കാനായിട്ട് കുറച്ച് ചാള ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് വറുത്തെടുക്കാം. നമുക്ക് ചാളയൊക്കെ പെറുക്കി ചട്ടിയിൽ വെച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് വറുത്താൽ നല്ല ടേസ്റ്റാണ് ചാളയ്ക്ക്. ഒരു വശം നന്നായിട്ട് ഉരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചാള ഇപ്പോൾ 2 വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ചാള മുരിഞ്ഞു, നമുക്കത് ഇറക്കാം. ഇനി നമുക്ക് ശകലം ചോറ് കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. ചാള വറുത്തത് നമുക്ക് വെണ്ടയ്ക്ക തീയൽ ഒഴിച്ചൊന്ന് ചോറ് തിന്നാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ നന്ദി.